ഇപ്രാവശ്യം ഒരു പടി കൂടി ഉയർന്ന രീതിയിൽ ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ വഴി എനിക്ക് സാധിക്കുന്ന ആഗ്രഹമുള്ളില്ല. എനിക്ക് പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ സ്നേഹിക്കണം. വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ദൈവ പദ്ധതി, ദൈവഹിതം അനുസരിച്ച് ജീവിക്കണം. ദൈവം എന്താണോ എന്നെ കുറിച്ച് സ്വപ്നം കാണുന്നത് അതെനിക്ക് ജീവിക്കണം. അതിനുവേണ്ടി ഈ വിമല ഹൃദയ പ്രതിഷ്ഠ എന്നെ സഹായിക്കും. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ജപമാലകൾ ഓരോ ദിവസവും ചൊല്ലി സമർപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ ഒപ്പം ഒന്നും ഞാൻ എത്തിന്ന് അവകാശപ്പെടാനില്ല. പരിശുദ്ധ അമ്മയ്ക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേരുണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവർ. അപ്പം അതുകൊണ്ട് നമുക്കും ആ ഒരു നിലയിലേക്കൊക്കെ എത്താനായിട്ട് നമുക്ക് ഈ പ്രതിഷ്ഠ നമ്മളെ സഹായിക്കട്ടെ എന്ന്. നമുക്ക് ഒരു വചനം തന്നെ ഈ സമയത്ത് എന്റെ മനസ്സിലേക്ക് വന്നൊരു വചനം ഇതാണ്. കർത്താവ് തന്നൊരു വചനമാണ്. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ പൗലോസ് ശ്ലീഹ പറയുകയാണ്. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഈ സെന്റൻസ് കിടക്കുക. പക്ഷെ അതിനർത്ഥം ഇത്രേ ഉള്ളൂ. ദൈവം ഒരു പദ്ധതി ഒരുക്കിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ച് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതായത് ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് ചില പദ്ധതികളുമായിട്ടാണ്. പദ്ധതി നമ്മുടേതല്ല. ദൈവം ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടു, അതിനുവേണ്ടി നമ്മളെ സൃഷ്ടിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. നാം ദൈവത്തിന്റെ കരവേലയാണ്, അങ്ങനെയാണ് തുടങ്ങുക. അപ്പൊ ദൈവമാണ് നമ്മളുടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം സൃഷ്ടിച്ചതിന് പ്രത്യേക ലക്ഷ്യമുണ്ട്. അപ്പൊ ആ ലക്ഷ്യം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ കുറിച്ച് ദൈവം കാണുന്ന സ്വപ്നം. ഇനി നമുക്ക് പലർക്കും നമ്മുടേതായ സ്വപ്നങ്ങൾ കാണും. അപ്പൊ ഈ സ്വപ്നങ്ങളിൽ നിന്ന് നമ്മളൊന്ന് മാറി ദൈവത്തിന്റെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് ആകാൻ പറ്റുന്നുണ്ടോ? അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. അതായത് ഈ ഒരു പ്രതിഷ്ഠ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു ആഗ്രഹം, നമുക്ക് ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ചൊന്ന് വളരാൻ പറ്റും. ദൈവത്തിന്റെ പദ്ധതി നമ്മളിലൂടെ പൂർത്തിയാകണം. എന്തിനു വേണ്ടി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു അത് പൂർത്തീകരിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകണം, ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകണം. അതിനുവേണ്ടി ഒരു തീക്ഷ്ണമായ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വേണം. അപ്പൊ മാത്രമേ നമുക്ക് ഈ പ്രതിഷ്ഠ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ ഈ പ്രതിഷ്ഠയെ കുറിച്ച് നേരത്തെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പ്രതിഷ്ഠയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എടുത്തപ്പോൾ ഞാൻ ഇതിന് എന്തുകൊണ്ട് ഈ പ്രതിഷ്ഠ ചെയ്തു, ആദ്യം ഞാൻ എന്തുകൊണ്ട് ചിന്തിച്ചു, പ്രതിഷ്ഠ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതിന് കാരണം എന്താണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഞാനൊരു പവർ കോൺഫറൻസിൽ കൂടി കഴിഞ്ഞ ഉപ്പാണീച്ചൻ ഒരിക്കൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. യുവജനങ്ങള് ധ്യാനത്തിലേക്ക് കൊണ്ടുവന്നാൽ ധ്യാനം കഴിഞ്ഞ് അവർ വീണ്ടും അവരുടെ പഴയ സാഹചര്യങ്ങളിലേക്ക്, കോളേജുകളിലേക്കോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുക്കലേക്കൊക്കെ മടങ്ങി പോകുമ്പോഴത്തേക്ക് അവരെ പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നില്ല. അവർ പോകുന്നു, ധ്യാനം കൂടുന്നു, ഒരു മാസം അവർ വിശുദ്ധിയിൽ ജീവിക്കുന്നു, അതിനുശേഷം അവർ വീണ്ടും പഴയ അതേ ട്രാക്കിലേക്ക് തന്നെ പോകുന്നു. അവരെങ്ങനെ തിരിച്ചു നിലനിർത്താം എന്നുള്ള ചിന്തയാണ് വിമല ഹൃദയ പ്രതിഷ്ഠ എന്നൊരു വഴി തുറന്നു കിട്ടിയത് എന്ന് അച്ഛൻ സൂചിപ്പിക്കുന്നത് ഞാൻ കേട്ടെ. അപ്പൊ ഞാനും കേട്ടത് നമ്മളും പലപ്പോഴും നമ്മുടെ കുമ്പസാരത്തിലെ പാപങ്ങളൊക്കെ പലപ്പോഴും ആവർത്തിക്കപ്പെടുന്നതായിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു വളർച്ച, ആത്മീയമായിട്ടൊരു വളർച്ച കാണുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ആത്മീയ ജീവിതത്തിലേക്ക് വളരാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ വളർച്ച കിട്ടും. അപ്പൊ ആ ചിന്തയാണ് വിമല ഹൃദയ പ്രതിഷ്ഠ എങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മളൊരു വാക്ക് മാത്രം കേൾക്കുന്നു, ഒരു ധ്യാന ടോക്കിനിടയ്ക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ എന്നൊരു കാര്യം കേൾക്കുന്നു, അങ്ങനെ ഒരു ആശയം ഉണ്ടെന്ന് കേൾക്കുന്നു, പിന്നീട് അതിനുവേണ്ടി ആഗ്രഹിച്ചു, അതിനുള്ള വഴികൾ ദൈവം തന്നെ തുറന്നു തന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയുള്ള ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുക. യഥാർത്ഥമായിട്ട് നമുക്കൊരു ആഗ്രഹം വേണം. എനിക്ക് ഇത്തിരി കൂടി നന്നായിട്ടൊന്ന് ജീവിക്കണം, ഇത്തിരി കൂടി ഒന്ന് വിശുദ്ധിയിൽ ജീവിക്കണം, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് ഞാനൊന്ന് വളരാം. ഈ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ദൈവം വഴി തുറന്നു തന്നിരിക്കും. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ആഴങ്ങള് ഈശോ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് അമ്മയോട് ചേർന്ന് ജീവിച്ച് ഈശോയിൽ എത്തിച്ചേരാനുള്ള വഴി തുറന്നു തരും. ഇതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. നാം ദൈവത്തിന്റെ കരവേലയാണ്, നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്, അത് ദൈവം മുൻകൂട്ടി ഒരുക്കി. അതിനു വേണ്ടിയിട്ടാണ് ദൈവം മുൻകൂട്ടി ഒരുക്കിയ പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇനി അത് പൂർത്തീകരിക്കപ്പെടണം. ഇനി മറ്റൊരു വചനം കൂടെ ഞാൻ ഓർക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് വചനം പറയുന്നത്. ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കാനായിട്ട് സാധിക്കില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യണം. 16-ാം അധ്യായത്തിന്റെ. ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കും. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ദൈവവും ധനവും 2 ലോകമാണ്. ദൈവത്തെയും ലോകത്തെയും ഒരുപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. അപ്പോ ദൈവത്തോട് കൂടെ നിൽക്കണമെന്നൊരു അതിയായ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രതിഷ്ഠ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റുന്നില്ല, ചിലപ്പോ നമ്മൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ പ്രതിഷ്ഠ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊരു വിദേശ യാത്രയ്ക്കുള്ള തടസ്സം മാറാനായിരിക്കാം, ചിലപ്പോൾ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം,
ചിലപ്പോൾ വീട്ടിലെ കുറെ പ്രതിസന്ധികൾ മാറാനായിരിക്കും. അപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭൗതികമാകാനായിട്ടുള്ള സാധ്യത ചിലപ്പോഴുണ്ട് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ. ഉം. പക്ഷേ അങ്ങനെയും ആയിക്കോട്ടെ. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ പറയുകയാണ് നിങ്ങളുടെ നിയോഗം അതും ആയിക്കൊള്ളട്ടെ. പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ അർത്ഥം എന്ന് പറയുന്നത് നമുക്കൊരു ഭൗതിക കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. മറിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി. പക്ഷെ ആത്മീയ ജീവിതം ശരിയാകുമ്പോൾ ഭൗതിക ജീവിതം ശരിയാവും. ഉം. മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും, കൂട്ടിച്ചേർക്കപ്പെടും. അപ്പൊ അതിനർത്ഥം നമ്മൾ പല ആവർത്തിയൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കാം. ദൈവത്തിന്റെ രാജ്യവും നീതിയും എന്ന് പറയുന്നത് ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുന്നതും, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ വായ്പ കൊടുക്കുന്നതും, മേലങ്കി എടുത്തുകൊണ്ട് പോകുന്നതിന് കുപ്പായം കൂടെ കൊടുക്കുന്നതും ഒക്കെയാണ് ദൈവരാജ്യത്തിലെ നീതി. അപ്പൊ ആ രാജ്യത്തിലെ നീതി അനുസരിച്ച് ജീവിച്ചാലാണ് മറ്റെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുകയുള്ളൂ. ഉം. അപ്പൊ അല്ലാതെ നമ്മൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാവും എന്നല്ല. മറിച്ച് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ദൈവരാജ്യത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ള എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നാണ് യേശു ഉദ്ദേശിച്ചത്. ഇതുപോലെ തന്നെയാണ് ഇവിടെയും വിമല ഹൃദയ പ്രതിഷ്ഠ. അതുപോലെ തന്നെ എല്ലാ ഭക്തിയും അങ്ങനെ തന്നെയാണ്. ഏഹ് സഭയിലെ മുഴുവൻ ഭക്തികളും അങ്ങനെ തന്നെയാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്താൽ അതൊരു അടയാളമായിട്ട് ചിലപ്പോൾ ചില രോഗസൗഖ്യങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷെ എല്ലായ്പ്പോഴും ചിലപ്പോൾ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകണമെന്നില്ല. ചില രോഗങ്ങൾ ചിലപ്പം ദൈവം അനുവദിച്ചായിരിക്കും. പക്ഷെ ആ രോഗം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരാൾ വിശുദ്ധീകരിക്കപ്പെടും, ചിലപ്പോൾ ഒരു കുടുംബം തന്നെ വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരാളുടെ രോഗപീഠകൾ കൊണ്ടാവും. അപ്പൊ അങ്ങനെ സംഭവിച്ചേക്കാം. അപ്പം നമുക്ക് ആത്യന്തികമായിട്ട് നിങ്ങളോട് ഞാൻ പറയുക, ഇപ്പൊ പല ആവർത്തി ചെയ്യുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം, പല ആവർത്തി ചെയ്തവർ കാണും ഈ വിമല ഹൃദയ പ്രതിഷ്ഠ, വീണ്ടും ആവർത്തിക്കുന്നവർ കാണും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, ഇപ്രാവശ്യം ഒരു പടി കൂടി ഉയർന്ന രീതിയിൽ ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ വഴി എനിക്ക് സാധിക്കുന്ന എന്നൊരാഗ്രഹം ഉള്ളിലാണ്. എനിക്ക് പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ സ്നേഹിക്കണം. വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ദൈവ പദ്ധതി, ദൈവഹിതം അനുസരിച്ച് ജീവിക്കണം. ദൈവം എന്താണോ എന്നെ കുറിച്ച് സ്വപ്നം കാണുന്നത് അതെനിക്ക് ജീവിക്കണം. അതിനുവേണ്ടി ഈ വിമല ഹൃദയ പ്രതിഷ്ഠ എന്നെ സഹായിക്കും. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ ഈ പ്രതിഷ്ഠ ഒരു വലിയ വിജയമായിരിക്കും, നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. ലൂയി ഡി മോൺഫോർട്ടിന്റെ തന്നെ എന്തിന് പ്രതിഷ്ഠ ചെയ്യണം എന്നുള്ളൊരു ഭാഗം ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ പെട്ടെന്ന് നമ്മൾ കടന്നു പോവുകയാണ്. അപ്പൊ അതില് ലൂയി ഡി മോൺഫോർട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്. ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് ഈ പ്രതിഷ്ഠ എന്തിനു വേണ്ടി ചെയ്യണം, എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ളത് പറയാണ്. ഈ പ്രതിഷ്ഠ ചെയ്താൽ നിങ്ങൾ സമ്പൂർണമായിട്ട് ദൈവ ശുശ്രൂഷകരാകും. അതായത് ഒരു ഫുൾ ടൈമർ ആയിട്ട് മാറും. ഈ പ്രതിഷ്ഠയെ കുറിച്ച് ആമുഖമായിട്ട് ഇനി ഞാൻ പറയണമെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതായത് ഈ പ്രതിഷ്ഠ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മറിയത്തിൻ്റെതായിട്ട് മാറുകയാണ്. നമ്മള് ഈ 33 ദിവസം ശരിക്കും ക്രിസ്ത്യാനികരണം നമ്മൾ വായിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില റിഫ്ലക്ഷൻസ്, ഈ യഥാർത്ഥ മരിയഭക്തിയിലെ ചില റിഫ്ലക്ഷൻസ് വായിക്കുന്നുണ്ട്. പിന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ ചില പ്രാർത്ഥനകളുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥന ചൊല്ലി പോകുമ്പോൾ നമ്മളിത് വേണമെങ്കിൽ നമുക്ക് ഈ ലൂയി ഡി മോൺഫോർട്ട് അത്തരക്കാരെ വിളിക്കുന്ന ബാഹ്യമായ ഭക്തർ എന്നാണ് വിളിക്കുന്നത്. ബാഹ്യമായ ഭക്താനുഷ്ഠാനം മാത്രമേ ഉള്ളൂ. അത് ചെല്ലും. അപ്പൊ ഇത് ഹൃദയ പ്രതിഷ്ഠയാണ്, അതുകൊണ്ട് 33 ദിവസം ചില പ്രാർത്ഥനകളൊക്കെ ചെല്ലണം. അപ്പൊ അത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണ് ഇനി പാപത്തിൽ വീഴുകയില്ല എന്നൊക്കെ ചിന്തിച്ചാണ്, ഇല്ലെങ്കിൽ നമ്മുടെ നിയോഗം സാധിക്കും എന്ന് ചിന്തിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ബാഹ്യമായ ഭക്തരായിട്ട് മാറും. നമ്മൾ ചെല്ലുക മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും, എഴുതിയിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഓടിച്ച് ചെല്ലും. അതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ വേണം നമുക്കത് ചെല്ലാൻ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെല്ലാൻ സാധ്യതയുണ്ട്. ചെല്ലാം. നമുക്ക് അങ്ങനെ മുമ്പിൽ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി കൊന്ത ചെല്ലണം എന്നുള്ളപ്പോഴാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു കൊന്ത ചൊല്ലി ഒപ്പിച്ചു. ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികരണം വായിക്കണം എന്ന് എഴുതിയിരുന്ന ആ ഭാഗത്ത് ക്രിസ്ത്യാനികരണം ഉണ്ട്, നമ്മൾ ഓടിച്ചിട്ട് ഒന്ന് വായിച്ചു. അതിന്റെ അർത്ഥമോ അതിന് ഇല്ലെങ്കിൽ അത് ധ്യാനിക്കുകയോ ഒന്നും ചെയ്യാതെ വേണേൽ നമുക്കത് കടന്നു പോകാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വരണമെന്നില്ല. പക്ഷേ നമ്മളത് പൂർണ്ണ ബോധ്യത്തോടു കൂടി ഒരു ധ്യാനപൂർവകമായിട്ട് ഈ നമുക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ, ഈ മെറ്റീരിയൽസ് ഉണ്ട്, ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ട്, ചെയ്യേണ്ട പ്രാർത്ഥനകളുണ്ട്. അതൊരു ധ്യാനപൂർവകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വരുത്തണമെന്ന ആഗ്രഹത്തോടു കൂടി, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികരണം, ക്രിസ്ത്യാനികരണത്തെ കുറെ കാര്യങ്ങൾ, ചില പ്രായോഗിക കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ശരിക്കും നമ്മളെ മറിയത്തെ പോലെ ആക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു കാര്യമാണ്. മറിയത്തിന് 10 പുണ്യങ്ങളാണ് ഈ യഥാർത്ഥ മരിയഭക്തിയിലെ ലൂയി ഡി മോൺഫോർട്ട് അവതരിപ്പിക്കുക. ഈ 10 പുണ്യങ്ങൾ നമ്മളിലേക്ക് പകരപ്പെടും. മറിയത്തെ പോലെ നമ്മളാവണം. ബാഹ്യഭക്തരെ കുറിച്ച് ലൂയി ഡി മോൺഫോർട്ട് പറയുമ്പോൾ പറയും, ഇത്തരക്കാര് മറിയത്തിന്റെ ഒരു ചെറിയ പുണ്യം പോലും അനുകരിക്കാൻ തയ്യാറല്ല. അവര് അവരുടെ കാര്യങ്ങൾ നടക്കണം, അവരുടെ പദ്ധതികൾ നടക്കാൻ വേണ്ടിയിട്ട് വിമല ഹൃദയ പ്രതിഷ്ഠ ഉപയോഗിക്കും. അങ്ങനെ ആവരുതെന്ന്, അങ്ങനെ ആകുന്ന ബാഹ്യഭക്തരാകരുത് എന്നുള്ളതാണ് ലൂയി ഡി മോൺഫോർട്ട് ഓർമ്മപ്പെടുത്തുക.
നമ്മളങ്ങനെ ഒരു നമ്മുടെ കാര്യസാധ്യത, നമ്മുടെ പദ്ധതി നടക്കാൻ വേണ്ടി നമ്മളൊരു മാർഗ്ഗമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തര് വഴിതെറ്റിപ്പോയി, ഇല്ലെങ്കിൽ ഭക്തരെന്ന് ഞാൻ ധരിച്ചിരുന്നവര് വഴിതെറ്റിപ്പോയത്, ഇല്ലെങ്കിൽ അവര് നഷ്ടപ്പെട്ടു പോയത്, നഷ്ടപ്പെട്ടു എന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല, പക്ഷെ അവർ ആ ട്രാക്കിൽ നിന്ന്, അവരെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ നിന്ന് മാറിപ്പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അവര് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയെ കുറിച്ച് തന്നെ പറഞ്ഞു നടന്നിട്ട് അവര് പിന്നീട് വഴിമാറിപ്പോയി? വിമല ഹൃദയ പ്രതിഷ്ഠയെ കുറിച്ച് പറഞ്ഞവർ തന്നെ വഴിമാറിപ്പോയത് ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ പറ്റി എന്ന് ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഇന്നൊക്കെ ആണെങ്കിൽ, ഈ ദിവസങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഈ ടോക്ക് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സിൽ വന്നൊരു കാര്യമാണിത്. ഇത് ചെയ്യുന്ന ആള് നഷ്ടപ്പെട്ടു പോകുക എന്നാണ് പരിശുദ്ധ അമ്മയും ലൂയി ഡി മോൺഫോർട്ടും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് ചിലപ്പോൾ ഒരു പൂർണ്ണമായ പ്രയോജനം കിട്ടുക. അതായത് ഞാനൊരു നിലയിൽ, ഇല്ലെങ്കിൽ ഞാനൊരു ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കും, അതിനുവേണ്ടി ഞാൻ പ്രതിഷ്ഠ നടത്തും. അപ്പം അപ്പൊ അതിനുവേണ്ടി, അല്ലെങ്കിൽ ഞാനൊരു ഉന്നതമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെന്നില്ല. മറിച്ച് ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് എനിക്ക് എന്നെ രൂപപ്പെടുത്താനായിട്ട് ഞാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഫലങ്ങൾ അസാധ്യമായ ഫലങ്ങളാണ്, നമുക്ക് ചിന്തിക്കാനാവുന്നതിനപ്പുറത്താണ്. ഒരു സഹോദരി വന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം വിമല ഹൃദയ പ്രതിഷ്ഠ, ഞാൻ ഒരു ഇടവകയിലായിരിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. പ്രതിഷ്ഠ കഴിഞ്ഞ പക്ഷെ ആ സഹോദരിക്ക് അത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. ഒരു വീട്ടമ്മയാണ്. ആ വീട്ടമ്മയ്ക്ക് അത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ആ വീട്ടമ്മ പറയുകയാണ്, എനിക്ക് എന്റെ മാതാപിതാക്കളോട് കുറച്ചുകൂടിയൊക്കെ, അല്പം കൂടിയൊക്കെ സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുന്നു. അതാണ് ഈ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന മാറ്റം. പ്രതിഷ്ഠ ചെയ്യാൻ പൂർത്തീകരിച്ചില്ല, പക്ഷെ ഞാൻ 20 ദിവസത്തോളം എത്തി, പ്രാർത്ഥനകളൊക്കെ ചൊല്ലി. പക്ഷെ അതിനുശേഷം എനിക്ക് വന്ന മാറ്റമാണ്, എനിക്ക് എന്റെ മാതാപിതാക്കളോട്, അതായത് ഭർത്താവിന്റെ മാതാപിതാക്കളാണ്, ഭർത്താവിന്റെ വീട്ടിലാണ്, അപ്പൊ ഭർത്താവിന്റെ മാതാപിതാക്കളോട് നന്നായി പെരുമാറാൻ, അവർ പ്രായമാക്കിയവരാണ്, അവരോട് നന്നായി സ്നേഹത്തോടെ പെരുമാറാനും അവർക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും, അങ്ങനെ നല്ല രീതിയിൽ. ഇത്ര നാളെ എനിക്കത് പറ്റുന്നില്ലായിരുന്നു. അവരോടൊരു ദേഷ്യമോ എന്ത് ചെയ്തിട്ട് അവർ പോരായ്മകളുണ്ട് എന്നുള്ളൊരു കുറവും, അവരെ വിധിക്കുകയും അവരോട് കുറ്റം പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആള് സ്നേഹത്തിലേക്ക്. അപ്പൊ അതായത് പരിശുദ്ധ അമ്മയുടെ ഒരു പുണ്യം ആ മകളിലേക്ക്, ആ സഹോദരിയിലേക്ക് പകരപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് പരിശ്രമിക്കണമെങ്കിൽ ഈ 33 ദിവസത്തെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹത്തോടെ ചെയ്യണം. ക്രിസ്ത്യാനികരണം ആത്മാർത്ഥമായിട്ട് വായിച്ച് ക്രിസ്തുവിനെ അനുകരിക്കാനായിട്ട് പരിശ്രമിക്കണം. ബൈബിൾ വായിക്കുമ്പോൾ അത് എന്നെ രൂപാന്തരപ്പെടുത്തണ എന്ന പ്രാർത്ഥനയോടുകൂടി വചനം വായിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മളെ ഒരു സമ്പൂർണ്ണ ദൈവ ശുശ്രൂഷകരാക്കുന്ന ഒരു ഭക്താഭ്യാസമാണ്, ഭക്ത മാർഗമാണ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. 33 ദിവസം കൊണ്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരും, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും. ഇനി നമ്മൾ എത്ര ഒരുക്കത്തോടെ, ഇത് ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, ചിലർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് പ്രാവശ്യം ഇപ്പൊ ഞാൻ എല്ലാ വർഷവും 2018 ഞാൻ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യുന്നത്. 2018 ശേഷം 25 2018 മുതൽ എല്ലാ പ്രാവശ്യവും ഡിസംബർ മാസത്തിൽ, ഡിസംബർ 8 ഞാൻ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചത് എന്നെ തന്നെ. അപ്പൊ 33 ദിവസം നവംബർ 5 മുതൽ ഒരുങ്ങി ആണ് പ്രതിഷ്ഠിച്ചത്. അപ്പൊ ആ കാലഘട്ടത്തിൽ അന്ന് മുതൽ ഡിസംബർ 8 മുതൽ പിന്നെ എല്ലാ വർഷവും 2019, 2020, അങ്ങനെ 25, 24 വരെ, 25 ഡിസംബർ വരുന്നുള്ളൂ, 24 വരെ വിമല ഹൃദയത്തിന് വീണ്ടും പുനഃപ്രതിഷ്ഠിക്കാനായിട്ട് ആ 33 ദിവസം വീണ്ടും ഞാൻ ഒരുങ്ങാറുണ്ട്. പക്ഷെ എന്റെ ആദ്യത്തെ ആ പ്രാവശ്യം ചെയ്തതുപോലെ പിന്നീട് എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അത്രയും തീക്ഷ്ണതയോടെ ഞാൻ പിന്നീട് അതിനുശേഷം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല, ചിലപ്പോൾ ചെയ്തേക്കാം. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിന്റെ കൂടുതൽ ആഴങ്ങൾ, ഈ പുസ്തകത്തിന്റെ ആഴങ്ങളും കവിതാർത്ഥം മരിയ ഭക്തിയുടെ ആഴങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചപ്പോൾ വീണ്ടും നമുക്ക് ചെയ്യാനായിട്ട്, ദൈവം അനുവദിച്ചാൽ അത് ചെയ്യാനായിട്ട് സാധിക്കും, കൂടുതൽ തീരുന്നത്. പക്ഷെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ നോമ്പെടുത്തു, അങ്ങനെ 3 days ഫാസ്റ്റിംഗ് എടുത്തു. അപ്പൊ അങ്ങനെ വേളാങ്കണ്ണിക്ക് തീർത്ഥാടനം നടത്തി. ഈ പ്രതിഷ്ഠയുടെ 33 ദിവസം ഒരുക്കം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ഇനി അതിനുശേഷവും വേളാങ്കണ്ണിക്ക് പോകുമെന്നുള്ള പ്രതിജ്ഞ ആ സമയത്ത് വചന ശുശ്രൂഷകളൊക്കെ, വചന പ്രഘോഷണങ്ങളൊക്കെ ചെയ്യുന്നതായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ തീരുമാനിച്ചു, ഈ 33 ദിവസങ്ങളിലേക്ക് ഇനി ഒരു ശുശ്രൂഷകളും ചെയ്യുന്നില്ല, പള്ളിയിലിരിക്കുക, പ്രാർത്ഥിക്കുക. ഇടവക പള്ളിയിലാണ് ആ സമയത്ത്. അപ്പൊ ചിന്തിച്ചൊരു കാര്യമാണ്, ഇടവക പള്ളിയിലിരിക്കുക, പ്രാർത്ഥിക്കുക, കൂടുതൽ പ്രതിഷ്ഠയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കുക. അപ്പൊ അങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്കതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഒരിക്കലും എനിക്ക് അത്രയും ഒരു ഒരുക്കത്തോടു കൂടി ഇരുന്ന് എല്ലാ ജോലികളും ഒഴിവാക്കി വെച്ച് ഇരുന്ന് വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ ആദ്യത്തെ പ്രതിഷ്ഠയുടെ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. അത്രയും നന്നായിട്ട് വേറെ ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, നമ്മൾ എത്രമാത്രം തീക്ഷ്ണതയോടെ ഇതിനുവേണ്ടി ആഗ്രഹിക്കുന്നോ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നോ,
ഇത് മുടങ്ങിപ്പോകാൻ സാധ്യത ഉണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെടരുത് എന്ന് ചിന്തിച്ച് നമ്മൾ അത്രയേറെ സൂക്ഷ്മത കാണിക്കും. നമ്മളൊരു കള്ളന്മാരൊക്കെ ഉള്ള ഒരു സ്ഥലത്ത്, ഒരുപാട് കള്ളന്മാരുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ മാല മോഷ്ടിക്കുന്നവരുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു പട്ടണത്തിലൂടെ അല്ലെങ്കിൽ ഒരു തിരക്കുള്ള സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ നമ്മുടെ സ്വർണ്ണമാല ഇട്ടുകൊണ്ട് പോകാതിരിക്കാൻ നമ്മൾ നോക്കും. ഇനി ഇട്ടുകൊണ്ട് പോയാൽ തന്നെ നമ്മൾ വളരെ ജാഗ്രതയുള്ള ആളായിരിക്കും. ഈ മാല നഷ്ടപ്പെടരുത് എന്ന് ചിന്തിക്കുന്നത്. ഇല്ല, നമ്മുടെ പേഴ്സ് നഷ്ടപ്പെടരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം നോക്കും, പേഴ്സ് നഷ്ടപ്പെടരുത്. നമ്മൾ നമ്മുടെ പോക്കറ്റിനെ കുറിച്ച് നമ്മൾ വളരെയേറെ ജാഗ്രതയുള്ള ആളായിരിക്കും. ഒരു കള്ളന്മാരുണ്ട് എന്നുള്ള സ്ഥലത്ത്, നമ്മൾ മുൻകരുതൽ കിട്ടിയ ഒരു സ്ഥലത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കും. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുടങ്ങി പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ലൂയി ഡി മോൺഫോർട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പിശാച് ഇതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാനായിട്ട് പറ്റും. കാരണം ഇതിന്റെ ഫലം വളരെ വലുതാണ്. ലൂയി ഡി മോൺഫോർട്ട് പറഞ്ഞ വളരെ മനോഹരമായ ഒരു കാര്യം ഞാൻ ഇന്ന് ഞാൻ വീണ്ടും ഈ പുസ്തകത്തിലൂടെ കടന്നുപോയപ്പോൾ കാണുകയാണ്. നാണയം ഇല്ലെങ്കിൽ ഒരു സ്വർണ്ണപ്പണി ചെയ്യുന്ന ആൾ അതിൽ കള്ളത്തരം കാണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഏറ്റവും വില കുറഞ്ഞ ഒരു ലോഹം കൊണ്ട് പണി ചെയ്യുന്ന ആൾ അതിൽ കള്ളത്തരമൊന്നും കാണിക്കാം. ഇരുമ്പില് പണി ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് 1 ഗ്രാമോ അല്ലെങ്കിൽ 10 ഗ്രാമോ 100 ഗ്രാമോ പോലും ആരും അടിച്ചു മാറ്റാനായിട്ട് നോക്കുക. പക്ഷെ സ്വർണത്തേക്ക് പണിയുന്ന ആള് ചിലപ്പോൾ അതിൽ കള്ളത്തരം കാണിക്കാൻ സാധ്യത, കാരണം ഓരോ ഗ്രാമിനും വിലപ്പെട്ടതാണ്. അപ്പൊ അത്രയേറെ മരിയഭക്തിയെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ മരിയഭക്തിയില് മറ്റുള്ളവര് ചില വ്യാജമാർഗങ്ങൾ ചേർക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യത്തിൽ പറഞ്ഞതാണ്. അപ്പൊ അത് ഇപ്പൊ ഇവിടെ ഞാനിത് പറയാണ്, നമ്മുടെ ഈ വിമലഹൃദയ പ്രതിഷ്ഠ തനി തങ്കമാണെന്ന് മനസ്സിലാക്കി വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് മുടങ്ങാനുള്ള സാധ്യത കൂടുതൽ. കാരണം ഇത് മുടക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ആത്മീയ വളർച്ച കുറച്ചു നാളത്തേക്ക് കൂടി തടഞ്ഞു നിർത്താനായിട്ട് പിശാചിന് സാധിക്കും. അതുകൊണ്ട് പിശാചിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാനായിട്ട് പറ്റും. ഇനി നമ്മളാണെങ്കിലും നോക്കിയാൽ മതി, ഇത്രയും കാലമായിട്ട് നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നതന്നെ. എത്ര കാലമായി നമ്മുടെ നാട്ടിൽ വിമല ഹൃദയ പ്രതിഷ്ഠയെ കുറിച്ച് നമ്മൾ കേൾക്കാൻ തുടങ്ങി? ഞാൻ കേട്ടത് ഒരു 2014-15 14 മുമ്പ് എത്രയോ കാലങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഉപ്പാണീച്ചനൊക്കെ ആണെങ്കിലും അച്ഛൻ അത് ധ്യാന കേന്ദ്രത്തിൽ തുടങ്ങിയിട്ട് കൂടി വന്ന് ചിലപ്പോൾ ഒരു 10-20 വർഷമായി കാണും. അത് കൂടുതൽ തന്നെ ആയിട്ടായില്ല. 2005 ശേഷം ആയിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു യുവജന ധ്യാനം ഉണ്ടല്ലോ, അത് തുടങ്ങിയ ശേഷമാണ് അതിനുശേഷമാണ് അച്ഛൻ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതിന് മുമ്പും കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഭക്തി ഈ യഥാർത്ഥ മരിഭക്തി പറയുന്ന AD 1000 ഉണ്ടായിരുന്ന ഭക്തിയാണ്. AD 1000 പല വിശുദ്ധരും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ വിമല ഹൃദയത്തിനെ പ്രതിഷ്ഠിച്ചു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പരിശുദ്ധമ്മയുടെ ഹൃദയത്തിനെ പ്രതിഷ്ഠിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ലൂയി ഡി മോൺഫോർട്ട് ഇത് കൊണ്ടുവരുന്നത് തന്നെ 1716 വരെയാണ് ലൂയി ഡി മോൺഫോർട്ട് ജീവിച്ചിരുന്നത്. അപ്പൊ ലൂയി ഡി മോൺഫോർട്ട് 1716 അല്ലെങ്കിൽ 1700-കളില് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയെ കുറിച്ച് ഇത്രയും വിശാലമായ ഒരു ഗ്രന്ഥം എഴുതിയിട്ട് നമ്മൾ അറിയുന്നത്, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത് പ്രസിദ്ധമാണ്, അല്ലെങ്കിൽ കേരളത്തിൽ ഇത് പ്രസിദ്ധമാകുന്നത് ഈ 2000-ന് ശേഷമാണ്. അപ്പൊ അത്രയേറെ 300 വർഷക്കാലത്തോളം ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ അത്രയേറെ ഇതിന് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നു. പക്ഷെ എന്നാൽ ഈ കാലഘട്ടം ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതാണ്. ഇത് വളരെയേറെ പ്രസിദ്ധി ആർജിക്കുന്ന ഒരുപാട് പേര് വിമല ഹൃദയ പ്രതിഷ്ഠയെ കുറിച്ച് പറയുന്നു, ഇത് പ്രചരിപ്പിക്കുന്നു. ഈ ഗ്രൂപ്പിലാണ് അനേകായിരം ആൾക്കാര് വന്ന് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ എടുത്തു പോയിരിക്കുന്നു, വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്തു പോയിരിക്കുന്നു. അനേക ആളുകൾ അതിലൂടെ നിലനിൽക്കുന്നു എന്നുള്ളതൊക്കെ. ഇന്നും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇവരതിന്റെ ഫലം അനുഭവിച്ചവരാണ്. നിങ്ങളെ മറ്റു ആളുകളെ വീണ്ടും ഇത് പ്രചരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് കാരണം അത് ഇവരതിന്റെ ഫലം മനസ്സിലാക്കിയവരാണ്. ഞാനും ഇതിന്റെ ഫലം മനസ്സിലാക്കിയത് കൊണ്ടാണ് നമുക്ക് വന്ന മാറ്റങ്ങളും, ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും പിടിച്ചു നിർത്തുന്ന പരിശുദ്ധ അമ്മയുടെ സ്നേഹമൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് വീണ്ടും ഇത് പ്രചരിപ്പിക്കുന്നത്. ഇനി ലൂയി ഡി മോൺഫോർട്ട് പറഞ്ഞ ഏതാനും കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. എന്തുകൊണ്ട് ഈ ഭക്തി? ഇത് ലൂയി ഡി മോൺഫോർട്ട് പറയുകയാണ്, ഇത് ത്രിത്വത്തെ അനുകരിക്കുന്ന ഭക്തിയാണ്. അതായത് ഞാൻ മറ്റൊരു ഭാഗത്ത് വായിച്ച ഫുൾട്ടൻ ജേഷിന്റെ ഒരു മനോഹരമായ വാക്യമുണ്ട്. അത് വളരെ മനോഹരമാണ്. ഫുൾട്ടൻ ജേഷൻ ഇതിനോട് സമാനമായ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങൾ മറിയത്തോട് ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യുക. ക്രിസ്തു തന്നെ അവളിൽ 9 മാസം ശാരീരികമായി രൂപപ്പെടുകയും പിന്നീട് 30 വർഷം അവളിൽ നിന്ന് ആത്മീയമായി രൂപപ്പെടുകയും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചുവെങ്കിൽ അത് നമ്മളിലും ചെയ്യപ്പെടേണ്ടതാണ്. ഞങ്ങളിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തണമെന്ന് അമ്മയോട് പറയുക. ക്രിസ്തുവിനെ വളർത്തിയ അവൾക്ക് മാത്രമേ ഒരു ക്രിസ്ത്യാനിയെ വളർത്താൻ കഴിയുള്ളൂ. ഇത് ഫുൾട്ടൻ ജേഷൻ പറഞ്ഞതാണ്. ലൂയി ഡി മോൺഫോർട്ട് ഇത് തന്നെയാണ് പറയുന്നത്. തൃത്വത്തെ അനുകരിക്കുന്ന ഭക്തി എന്ന് പറയുമ്പോൾ ലൂയി ഡി മോൺഫോർട്ട് ഉദ്ദേശിക്കുക, വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈശോ ജീവിച്ചെങ്കിൽ അതുപോലെ നമ്മളും ജീവിക്കും. പരിശുദ്ധ അമ്മയുടെ കീഴിൽ 30 വർഷക്കാലം അവൻ പരിശീലനം സ്വീകരിച്ചെങ്കിൽ നമ്മൾ ഈ 33 ദിവസമെങ്കിലും അമ്മയുടെ കീഴിൽ പരിശീലിപ്പിക്കപ്പെട്ട് അമ്മയുടെ കുഞ്ഞായിട്ട് മാറും. അപ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ പരിപാലിക്കും. അമ്മ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ് പറയുന്നത്.
നിങ്ങളിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തണമെന്ന് അമ്മയോട് പറയുക. ക്രിസ്തുവിനെ വളർത്തി അവൾക്ക് മാത്രമേ ഒരു ക്രിസ്ത്യാനിയെ വളർത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ ലൂയി ഡി മോൺഫോർട്ട് പറയുകയാണ്, ഇത് എളിമയുടെ വഴിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈശോയോട് നേരിട്ട് സംസാരിച്ചോളാം, ഈശോയോട് നേരിട്ട് പറഞ്ഞോളാം എന്ന് പറയുന്ന ഒരു ഈഗോയാണ്. ഞാന് ഈ ഈ ലൂയി ഡി മോൺഫോർട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ അമ്മയെ തള്ളി പറയുന്നവരൊക്കെ ഒരു ഈഗോയുടെ പേരിൽ കൂടിയാണ് പരിശുദ്ധ അമ്മയെ തള്ളി പറയുന്നത്. കാരണം എന്താണ്, ഞങ്ങൾക്ക് മധ്യസ്ഥരൊന്നും വേണ്ട, ഇതൊരു ഈഗോയാണ്, ഞങ്ങൾ നേരിട്ട് സംസാരിച്ചോളാം, ഞങ്ങൾക്ക് മധ്യസ്ഥർ വേണ്ട എന്ന് പറയുന്ന ഒരു ഈഗോയാണ്. അപ്പൊ ഇതൊരു എളിമയുടെ ഭക്തിയാണ് വിമലഹൃദയ പ്രതിഷ്ഠ, പരിശുദ്ധ അമ്മയുടെ അടിമയായിട്ട് മാറുക എന്ന് പറയുന്നത്. അതായത് ഇതൊരു ദാസിയും അടിമയും തമ്മിൽ ലൂയി ഡി മോൺഫോർട്ട് വിവേചിച്ചിട്ടുണ്ട്. ദാസൻ എന്ന് പറയുന്നത്, ദാസന് ശമ്പളമുണ്ട്, അല്ലെങ്കിൽ അവന് ജോലി ചെയ്യുന്നു, അതിന് തക്കതായ പ്രതിഫലം മേടിക്കുന്നു, അവന് സ്വന്തമായിട്ടാണ് പ്രതിഫലം കിട്ടുന്നത്. എന്നാൽ അടിമ എന്ന് പറയുന്നത് യജമാനൻ മേടിച്ച ആളാണ്, അല്ലെങ്കിൽ ഉടമ മേടിച്ച ആളാണ്. അടിമയുടെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് അടിമ പൂർണ്ണമായിട്ട് ഉടമയ്ക്ക് സ്വന്തമാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതിന്റെ ജീവൻ പോലും ഉടമയ്ക്ക് അവകാശപ്പെട്ടതാണ്. അടിമേനെ മേടിച്ചു കഴിഞ്ഞാൽ അവന് ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയാണ് ഒരു അടിമത്വം എന്ന് പറയുന്നത്. അപ്പൊ പരിശുദ്ധ അമ്മയുടെ അടിമയായിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യുന്നതെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ്. ലൂയി ഡി മോൺഫോർട്ട് ഇതിന്റെ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും നമ്മൾ മാറ്റി വെച്ചാൽ മാത്രമേ നമ്മളെ സ്വന്തമാവുള്ളൂ. ഇല്ല, നമ്മൾ വേറൊരു നിയോഗത്തിന്, ഈ വിമലഹൃദയ പ്രതിഷ്ഠ 33 ദിവസം ഒരുങ്ങി ചെയ്ത പരിശുദ്ധ അമ്മയ്ക്ക് 34-ാമത്തെ ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ പ്രതിഷ്ഠിച്ചു കഴിയുമ്പോൾ മുതൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളുടെയും ഫലങ്ങൾ, നന്മകൾ പരിശുദ്ധ അമ്മയ്ക്ക് അവകാശപ്പെടാം. നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുകയാണ്, ഇത് അമ്മയുടേതാണ് എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ മാറുമ്പോൾ അമ്മ ആ പുണ്യം അമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി അമ്മ അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ലൂയി ഡി മോൺഫോർട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്, നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരായിട്ട് മാറും. അപരന് വേണ്ടി ജീവിക്കുന്നവനായിട്ട് വിമലഹൃദയ പ്രതിഷ്ഠ ചെയ്ത വ്യക്തി മാറും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്നതെല്ലാം പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിലേക്ക് പോവുകയാണ്. അതിന് മനോഹരമായിട്ട് ആ ഒരു ഉപമയും ലൂയി ഡി മോൺഫോർട്ട് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, ഒരാൾ പരിശുദ്ധ അമ്മയ്ക്ക് അടിമയായിട്ട് മാറി കഴിയുമ്പോഴത്തേക്കും അവൻ അധ്വാനിച്ചതെല്ലാം പരിശുദ്ധ അമ്മയുടേതാണ്. അമ്മ നമ്മുടെ കാര്യം നോക്കുമെന്ന് മാത്രമല്ല, മിച്ചമുള്ളതെല്ലാം എടുത്ത് ബാക്കിയുള്ളവർക്ക്, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യും. അതായത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങൾ അധ്വാനിക്കുകയാണ്, നിങ്ങളൊരു ഇൻഷുറൻസ് എടുത്തതുപോലാണിത്. നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം, നിങ്ങൾ ഓരോ മാസവും അല്ലെങ്കിൽ ഒരു വർഷം ഒരു 50,000 രൂപ അടച്ച ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് രോഗം വന്നാലും നിങ്ങളെ മുഴുവനായിട്ടും ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഏത് കമ്പനിയാണോ ചെയ്തിരിക്കുന്നത് ആ കമ്പനി നിങ്ങളുടെ മുഴുവൻ ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങൾക്കും, അങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് കരുതി, ഏത് രോഗം വന്നാലും നിങ്ങൾ മുഴുവനായിട്ടും എന്ത് രോഗം വന്നാലും അതിന്റെ മുഴുവൻ ചെലവുകൾ ആ കമ്പനി എടുക്കും. അതാണ് സാധാരണ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ചില കമ്പനികൾ മുഴുവൻ എടുക്കുന്ന പല കാര്യങ്ങളുണ്ട്, അപ്പൊ അതിനകത്ത് പല നിബന്ധനകളുണ്ട്. പക്ഷേ ഈ നിങ്ങൾ ചിന്തിക്കുക, 50,000 രൂപ കൊടുത്ത് നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കുന്നു, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നു. അപ്പോൾ ഈ പോളിസി വെച്ച് നിങ്ങൾ മുഴുവൻ ചെലവുകൾ, അതായത് ഹെൽത്ത് സംബന്ധമായ മുഴുവൻ ചെലവുകളും അവർ ചെയ്യും എന്ന് കരുതുക. അപ്പൊ അങ്ങനെ ഇനി അതിലും ഉപരിയായിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങൾക്ക് ഉള്ള ശമ്പളം 50,000 രൂപയാണ്. എന്നിട്ട് നിങ്ങൾ ഈ ശമ്പളം മുഴുവൻ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ചെലവുണ്ടായി, നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ, ജോലി കാര്യങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ വീട്, എല്ലാ ബില്ലുകളും ഈ കമ്പനി അടയ്ക്കും. നിങ്ങൾ 50,000 രൂപ ശമ്പളം എല്ലാ മാസവും ഇങ്ങോട്ട് അടയ്ക്കും. നിങ്ങൾക്ക് വണ്ടിയുടെ മെയിൻ്റനൻസ് വന്നാൽ അവരത് ചെയ്യും. അങ്ങനെ ഒരു ഇൻഷുറൻസ് പദ്ധതി ഒന്നും ഒരിക്കലും പറ്റില്ല. അല്ലെങ്കിൽ അത്രയും ഉയർന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി ആയിരിക്കണം. ഇല്ലെങ്കിൽ അത്ര ഉയർന്ന ഒരു ശമ്പളമുള്ള ഒരു വ്യക്തിക്ക് മാത്രം അങ്ങനെ ഒരു ഇൻഷുറൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ചിലരോട് ചില കമ്പനികൾ പറയും, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എഴുതിയെടുക്കാം. അങ്ങനെ ബ്ലാങ്ക് ചെക്ക് കൊടുക്കുന്ന ജോലികളൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ മാത്രമേ അത് സാധിക്കുള്ളൂ. ഓരോ പ്രാവശ്യം ആവശ്യത്തിന് ശമ്പളം എഴുതിയെടുക്കാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് തരുന്നത് ഒരു ബ്ലാങ്ക് ചെക്കാണ്. ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് തരുന്നത് ബ്ലാങ്ക് ചെക്കാണ്. അമ്മയുടെ കയ്യിൽ ഇഷ്ടം പോലെ ബ്ലാങ്ക് ചെക്കാണ്, ആവശ്യത്തിന് നമുക്ക് എഴുതിയെടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തതൊന്നും തരില്ല, ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അമ്മ നോക്കിക്കോ. ഒരു കാര്യത്തിനും കുറവില്ലാതെ അമ്മ നമ്മളെ പരിപാലിക്കും. ഇതാണ് ശരിക്കും വിമലഹൃദയ പ്രതിഷ്ഠ ചെയ്യുന്ന ഒരാൾക്ക് വരുന്ന വ്യത്യാസം. ഈ അടിമത്വം എന്ന് പറയുമ്പോൾ ലൂയി ഡി മോൺഫോർട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അടിമത്വം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ മോശമായിട്ട് കാണരുത്. അടിമത്വം എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയ്ക്ക് അടിമയാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ സ്വാതന്ത്ര്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും, ഒരു കാര്യത്തെ പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ എല്ലാ കാര്യവും അമ്മ നടത്തി തരുമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ആകുലരാവണം? മക്കളുടെ കാര്യത്തെക്കുറിച്ച് ആകുലരാവണം, ജോലിയെക്കുറിച്ച് ആകുലരാവേണ്ട കാര്യമില്ല, രോഗപീഠകളെ കുറിച്ച് ആകുലരാവേണ്ട കാര്യമില്ല. എല്ലാത്തിനും സമൃദ്ധിയാണ്.
അപ്പം ഈ അടിമത്തം എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യമാണ്. സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. റിലീജിയസ്, അതായത് സന്യാസ സഭകളിലൊക്കെ അച്ഛന്മാര് ആകുമ്പോൾ, ഞാനൊരു ഉപതാവൈദികനാണ്. സന്യാസ സഭകളിൽ അച്ഛന്മാരാകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം ഇതാണ്. സാമ്പത്തിക കാര്യങ്ങളെല്ലാം കോൺഗ്രിഗേഷൻ നോക്കും. ഉം. അവർക്ക് ചിലപ്പോൾ മാസം ചിലപ്പോൾ ഒരു എന്താണ് പോക്കറ്റ് മണി ആയിട്ട് ചിലപ്പോൾ ഒരു 10-500 രൂപയൊക്കെ ചിലപ്പോൾ കിട്ടും. ഓരോ കോൺഗ്രിഗേഷൻ ആശ്രയിച്ചാണ്. സിസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ഓരോ മാറി മാറിയുള്ള രീതികളിലാണ്. അത് ചിലപ്പോൾ നമുക്കൊരു നമ്മുടെ അനുദിന ആവശ്യങ്ങൾക്കുള്ള എന്തെങ്കിലും, ചിലപ്പോൾ ഒരു സോപ്പ്, പേസ്റ്റ്, ബ്രഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. ചിലപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങും. ചെരുപ്പ് പോലും ചിലപ്പം കോൺഗ്രിഗേഷൻ ആയിരിക്കും മേടിച്ചു കൊടുക്കുന്നത്. അപ്പൊ വാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഡ്രസ്സ് എല്ലാം കോൺഗ്രിഗേഷൻ ആണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് വീട്ടിൽ നിന്ന് പോയി തിരിച്ചൊരു വണ്ടിക്കൂലി കൊടുക്കാനുള്ള പൈസ, അങ്ങനെയൊക്കെയുള്ള പൈസ മാത്രമൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് പോക്കറ്റ് മണി ആയിട്ട് കിട്ടുക. ബാക്കി പൈസ മുഴുവൻ കോൺഗ്രിഗേഷൻ ആണ് നോക്കുന്നത്. ഉം. അപ്പൊ അങ്ങനെ ഒരു സുരക്ഷിതത്വമാണത്. അത് വലിയൊരു ഫ്രീഡം ആണ്. ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണെന്ന് ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ തോന്നിയേക്കും. കാരണം സ്വന്തമായിട്ട് പൈസ ഇല്ല. ചിലപ്പോൾ 1 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്ററിന് കിട്ടുന്നതും ചിലപ്പോൾ ഒരു 300 രൂപയോ ചിലപ്പോൾ ഒരു 500 രൂപയായിരിക്കും ചിലപ്പോൾ ഒരു മാസം ചെലവഴിക്കാനായിട്ട്, പേഴ്സണൽ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെലവഴിക്കാനായിട്ട്, യാത്ര പോകാനൊക്കെ ആയിട്ട് കിട്ടുന്നത് ചിലപ്പോൾ. ഉം. അപ്പൊ പക്ഷെ ആ, ആള് ചിലപ്പോൾ ചിന്തിക്കുകയാണ്, ഈ 1 ലക്ഷം രൂപയ്ക്ക് എനിക്ക് അവകാശം ഉണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു അടിമത്തമാണ്. പക്ഷെ അതൊരു വലിയ സ്വാതന്ത്ര്യമാണ്. കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിലും കോൺഗ്രിഗേഷൻ നോക്കിക്കോളും. വലിയൊരു സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനായിട്ട് ആ സന്യാസ സമൂഹം നോക്കിക്കോളും. അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനായിട്ട് ഇതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ അടിമകളാകുമ്പോൾ സംഭവിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവ ദൈവിക പദ്ധതികളെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു വ്യക്തി എല്ലാം പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിലേക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവിക പദ്ധതികൾ, നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി പൂർത്തിയാക്കാൻ പറ്റും. അത് തന്നെയാണ് വലിയ സ്വാതന്ത്ര്യം. അതിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഈ തുടക്കത്തിൽ ഈ ടോക്ക് ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിലേക്ക്. ഈ ടോക്ക് എടുക്കുമ്പോൾ എനിക്കുള്ള സ്ട്രെസ്, എനിക്കുള്ള അസ്വസ്ഥതകൾ, ഇനിയിപ്പോ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വരും. അപ്പൊ അതൊക്കെ എന്തൊക്കെ ഉണ്ടായാലും അത് പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത് ഉപയോഗിക്കും. ഉം. അമ്മ ഉപയോഗിച്ച് ചിലപ്പോൾ അത് ശുദ്ധീകരണാത്മക, കുറച്ച് ശുദ്ധീകരണാത്മാക്കള് ചിലപ്പോൾ എനിക്ക് ഉണ്ടാകാവുന്ന അസ്വസ്ഥതകൾ വഴി അമ്മയ്ക്ക് അത് കൊടുത്തത് വഴിയായിട്ട് അമ്മ എനിക്കുണ്ടായ അസ്വസ്ഥതകളുടെ പുണ്യം എടുത്ത് അത് ചിലപ്പോൾ ഒരു 10 ശുദ്ധീകരണാത്മാക്കൾ കൊടുത്ത് അവരെ സ്വർഗ്ഗഭാഗത്തിലേക്ക് കൊണ്ടുപോകും. അപ്പം ഞാൻ ഈ പ്രതിഷ്ഠ ചെയ്തുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ പോലും ചിന്തിക്കാതെ, ഞാൻ നിയോഗം വെക്കാതെ തന്നെ ഞാൻ തുടക്കത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു. പിന്നീട് ഞാൻ ചെയ്യുന്നതെല്ലാം പരിശുദ്ധ അമ്മയുടെ അക്കൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്തൊക്കെ നന്മകൾ ഉണ്ടാവുന്നു, എന്തൊക്കെ നന്മകൾ ഞാൻ ചെയ്യുന്നോ, ഇന്നിപ്പോ ഈ ക്ലാസ് എടുക്കുന്നതിന്റെ പുണ്യവും പരിശുദ്ധ അമ്മയ്ക്ക് പോയി. അപ്പൊ അമ്മ അത് ഉപയോഗിച്ച്, ഇനി ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവായിരിക്കും, ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ രക്ഷപ്പെടുക. ഈ സമയത്ത് ചിലപ്പോൾ രക്ഷപ്പെടുക. ചിലപ്പോൾ നിരാശയ്ക്ക് അടിപ്പെട്ടു പോയ ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ മാനസാന്തരപ്പെടുക. ചിലപ്പോൾ ഒരു കഠിന പാപിയായിരിക്കും ചിലപ്പോൾ അമ്മയ്ക്ക് അറിയാം എവിടെ കൊടുക്കണം. ചിലപ്പോൾ നമുക്ക് നിയോഗം വെക്കാൻ പറ്റുന്നത് നമുക്കറിയാവുന്ന വ്യക്തികൾക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, നിയോഗം വെക്കാൻ പറ്റുള്ളൂ. ഞാനൊരു നന്മ പ്രവൃത്തി ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഞാൻ ഒരാളെ സഹായിക്കുന്നു, എനിക്കതിന്റെ പുണ്യം എനിക്കറിയാവുന്ന ഒരാൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ പരിശുദ്ധ അമ്മ ഇന്ന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി അത് മാറ്റിവെച്ച് അത് കൊടുക്കും. ഉം. ഇനി ലൂയി ഡി മോൺഫോർട്ട് പറയുന്ന ഒരു കാര്യം കൂടെ പറയുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ വിമലഹൃദയ പ്രതിഷ്ഠ ചെയ്ത് സമർപ്പിക്കുമ്പോൾ അമ്മയെ നമ്മൾ സ്വന്തമാക്കുന്നു. ഈ യോഹന്നാന്റെ വീട്ടിലേക്ക് ഈശോ പോയതുപോലെയാണെന്നാണ്, യോഹന്നാന്റെ വീട്ടിലേക്ക് പരിശുദ്ധ അമ്മ പോയതുപോലെയാണെന്നാണ് ലൂയി ഡി മോൺഫോർട്ട് പറയുന്നത്. പരിശുദ്ധ അമ്മയെ യോഹന്നാൻ സ്വന്തമാക്കിയതുപോലെ ഈശോയെ പരിശുദ്ധ അമ്മയെ യോഹന്നാൻ സ്വന്തമാക്കിയതുപോലെ അമ്മയെ നമ്മൾ സ്വന്തമാക്കുന്ന ഒരു ഭക്തിയാണ്, ഇതിന്റെ ഒരു മാർഗമാണ് വിമലഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അമ്മ വരും. നമ്മുടെ കുറവുകൾ അമ്മ പരിഹരിക്കും. സെന്റ് ബെർണാർഡ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ 103-ാമത്തെ പേജിൽ സെന്റ് ബെർണാർഡ് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വളരെ മനോഹരമാണ്. നമുക്ക് വായിച്ചു കേൾക്കാം. നീ ദൈവത്തിന് സമർപ്പിക്കുന്നത് തിരസ്കരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ മറിയത്തിന്റെ ഏറ്റവും സ്വീകാര്യവും യോഗ്യവുമായ കരങ്ങൾ വഴി സമർപ്പിക്കുക. നീ സ്വീകരിക്കുന്നത് തിരസ്കരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്, അതായത് നീ അർപ്പിക്കുന്ന കാര്യങ്ങൾ, നീ അർപ്പിക്കുന്ന പ്രാർത്ഥനകള് തിരസ്കരിക്കപ്പെടാതിരിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കാനായിട്ട് വിശുദ്ധ ബെർണാർഡ് നമ്മളോട് പറയുകയാണ്. അതായത് പരിശുദ്ധ അമ്മയെ സ്വന്തമാക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു മാറ്റമാണ്. അവൻ ഇപ്പൊ ഇതിന്റെ അകത്ത് ഉദാഹരണങ്ങൾ പലത് പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തില്. തൊട്ട് പറയുന്ന ഉദാഹരണങ്ങളാണ്. അതിലൊരെണ്ണമാണ് നമ്മള് രാജാവിന് ഒരു നല്ല ഫലം കാഴ്ചവെക്കുകയാണ്. അപ്പൊ നമ്മളൊരു ആപ്പിൾ കൊണ്ട് കൊടുത്താലും രാജ്ഞിയുടെ കയ്യിലാണ് അത് കൊടുക്കുന്നതെങ്കിൽ രാജ്ഞി
ഈ ആപ്പിൾ സ്വീകരിച്ച് അതൊരു നല്ല സ്വർണ്ണ തളികയിൽ വെച്ച് അത് രാജാവിന് കൊണ്ട് കൊടുക്കും. അപ്പോൾ അതിന്റെ പ്രസന്റേഷൻ ഇരിക്കുന്നത് രാജ്ഞിയുടെ കയ്യിലാണ്. രാജ്ഞി അത് ചുമ്മാ ഒരു ആപ്പിളായിട്ട് കൈ കൊണ്ട് കൊടുക്കുകയല്ല, മറിച്ച് അത് ഏറ്റവും മനോഹരമായി അലങ്കരിച്ച് മനോഹരമായ ഒരു തലകയിൽ സ്വർണ്ണ തലകയിലൊക്കെ വെച്ച് കൊണ്ട് കൊടുക്കുന്നത് പോലെ കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പരിശുദ്ധ അമ്മ വഴി നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ ചെയ്യുന്നതെന്ന് ലൂയി ഡി മോൺഫോർട്ട് പറയുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ആഹ്, ഈശോയെ നിർബന്ധിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. കാനായിൽ അതാണ് നമ്മൾ കാണുന്നത്. ശരിക്കും കാനായില് അത്ഭുതം നടക്കേണ്ടതൊന്നും അല്ലായിരുന്നു. ഈശോയുടെ ദൈവിക പദ്ധതി അനുസരിച്ചുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മ ഇടപെടുന്നില്ലെങ്കിൽ അവിടെ ഒരു അത്ഭുതം ഉണ്ടാവുന്നില്ലായിരുന്നു. ഈശോ പറയുന്നത് അതാണ്, എന്റെ സമയം ഇനി ആയിട്ടില്ല. അതാണ് മറിയത്തോട് ഈശോ പറയുന്നത്. പക്ഷെ മറിയം നിർബന്ധിക്കുകയാണ്. ഇല്ല, മറിയം പറയുകയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യാൻ. ഈശോ അങ്ങനെ പറഞ്ഞിട്ടും അമ്മ പിൻവാങ്ങുന്നില്ല. അപ്പൊ ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മുടെ ഓരോ കുഞ്ഞു കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യം വെളിപ്പെടുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഉറപ്പായിട്ടും പാടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ ഓർക്കാറില്ല, പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിൽ നിന്ന് പറയാനായിട്ട് ഓർക്കാറില്ല. പക്ഷേ ഈ വിമലഹൃദയ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മയുടെ യോഗ്യതകളും പരിശുദ്ധ അമ്മയുടെ അക്കൗണ്ടിലേക്ക് തന്നെ പോകും. ഇനി എന്തെങ്കിലും ഒരു കാര്യം ഈ ജപമാല മറ്റൊരാൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് മറ്റാൾക്ക് തന്നെ പോകും. മറിച്ച് നിങ്ങൾ ഒരു നിയോഗം വെക്കുന്നില്ലെങ്കിൽ ശരിക്കും ചെയ്യേണ്ടത് പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിൽ ജപമാല ചെല്ലുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് വരെ ഉണ്ട്, ചിൽഡ്രൻ ഓഫ് മേരി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് എല്ലാം പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിലേക്കാണ് ജപമാല ചൊല്ലി ആളുകൾ സൂക്ഷിക്കുക. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് പേര് 5ഉം 6ഉം 7ഉം 10ഉം 15ഉം ഒക്കെ ജപമാല ചൊല്ലി മാതാവിന്റെ നിയോഗത്തിൽ സമർപ്പിക്കുന്നു. കാരണം അവർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഒരു നന്മ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ആനന്ദം മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഫലം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിലേക്ക് എന്ന് പറഞ്ഞ് ജപമാല അനേകം ചെല്ലി ചെല്ലി കൂട്ടി അങ്ങനെ ചെല്ലി പ്രാർത്ഥിച്ച് പരിശുദ്ധ ഒരു നിയോഗവും അവർ വെക്കുന്നില്ല. പരിശുദ്ധ അമ്മയുടെ നിയോഗം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് സാധിക്കുന്നു വെച്ചാൽ അത് അതിന്റെ നന്മ മനസ്സിലായതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ നമ്മൾ അമ്മയുടെ സ്വന്തമാകുമ്പോൾ എല്ലാം അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ മാറ്റം നമുക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾ ഇതൊന്നും വേണ്ട, നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കിക്കൊള്ളുക. പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിലേക്ക് അമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സഹനങ്ങൾ ഒക്കെ കാഴ്ചവെച്ച് നോക്കുക. നമുക്ക് ആ സഹനം ആനന്ദമാകുന്നത് കാണാനായിട്ട് സാധിക്കും. ലൂയി ഡി മോൺഫോർട്ട് പറയുന്ന ഒരു മനോഹരമായ കാര്യം ഞാൻ ഓർക്കുകയാണ്. പരിശുദ്ധ അമ്മ വഴിയുള്ള ഈ ഭക്തി എന്ന് പറയുന്നത് ഇത് മധു നിറഞ്ഞതും, അങ്ങനെ തന്നെയാണ് ആ വാക്ക് ഇതിൻ്റെ അകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് തേനും റോസപ്പൂവും നിറഞ്ഞ വഴിയാണിത്. അവിടെ നമുക്ക് മടുപ്പില്ലാത്ത ഒരു വഴിയാണിത്. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്കുള്ള യാത്ര. അതായത് വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്ക് അടിമയായിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ആ ആത്മീയ ജീവിതം എന്ന് വെച്ചാൽ തേനും ഇനി ഭക്ഷണത്തിന് തേനും അതുപോലെ തന്നെ നടക്കാനായിട്ട് റോസപ്പൂ മെത്ത പോലുള്ള വഴി, റോസപ്പൂക്കൾ നിറഞ്ഞ വഴിയാണെന്നാണ് ലൂയി ഡി മോൺഫോർട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കുള്ളൊരു ഗുണം, ഇതിനെക്കുറിച്ച് ലൂയി ഡി മോൺഫോർട്ട് പറയുന്ന വേറൊരു കാര്യമാണ്, ഇത് എളുപ്പ വഴിയാണ്, ഇത് സുഖ വഴിയാണ്, സുഖയാത്രയാണ്. എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരം കുറഞ്ഞ വഴിയാണ്. അതായത് സ്വർഗത്തിലേക്കുള്ള ദൂരം കുറഞ്ഞ, സഹനം കുറഞ്ഞ വഴിയാണ് പരിശുദ്ധ അമ്മ വഴിയുള്ള വഴി, ഈ വിമല ഹൃദയ പ്രതിഷ്ഠ വഴിയുള്ള വഴി. ഇനി രണ്ടാമത് പറയാണ് ഇത് സുഖയാത്രയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ എളുപ്പ വഴികളും സുഖകരമാകണമെന്നില്ല. ചിലപ്പോൾ ചില ഷോർട്ട് കട്ടുകളൊക്കെ വളരെ കഠിനമായിരിക്കും. നമുക്ക് ചിലപ്പം 5 കിലോമീറ്റർ ദൂരം കുറച്ചൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റുമായിരിക്കും. പക്ഷെ യാത്ര വലിയ കയറ്റങ്ങളും അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ വഴികളും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ പറയുകയാണ് ഇവിടെ സുഖയാത്രയാണ്. എളുപ്പ വഴിയാണ്, ഇത് സുഖയാത്രയാണ്. ചിലപ്പോ ചില വഴികളിൽ ദീർഘദൂരമായിരിക്കും, നല്ല വഴിയാണെങ്കിൽ നമ്മളെ മടുപ്പിക്കുന്നതായിരിക്കും. ചിലപ്പോ നല്ല വഴിയൊക്കെ നല്ലതായിരിക്കാം, പക്ഷെ നമ്മൾ എടുക്കും അങ്ങനെയുള്ള. പക്ഷെ ഇതങ്ങനല്ല. ഇത് തേനും റോസപ്പൂ നിറഞ്ഞ വഴികളാണ്. നമ്മുടെ കാലിന് പരിക്കേൽക്കാത്ത വഴികളാണ്. ഇവിടെ ഏറ്റവും വലിയ കുരിശും നമുക്ക് ലഘുവായിട്ട് തോന്നും. ഇതാണ് ഈ പ്രതിഷ്ഠയുടെ പ്രത്യേകത. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുരിശുകൾ ഉണ്ടാവുകയല്ലെന്നല്ല, മറിച്ച് കുരിശുകളെ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി എടുക്കുന്ന ഒരു വഴിയാണ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. നമുക്ക് ആനന്ദത്തോടു കൂടി നമ്മുടെ യാത്ര പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. എന്ന് പറയുകയാണ് ഇതൊരു പെർഫെക്റ്റ് വേ ആണ്. ലൂയി ഡി മോൺഫോർട്ട് പറയുകയാണ് ഇതൊരു പെർഫെക്റ്റ് വേ ആണ്. അതായത് ഇത് പൂർണ്ണമായ ഒരു വഴിയാണ്. ഇതിനകത്ത് തെറ്റ് പറ്റാനുള്ള സാധ്യതയില്ല. പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തെറ്റിപ്പോവാനായിട്ട് സാധ്യതയില്ല. അതായത് വഴി തെറ്റി വേറൊരു വഴിയിൽ ചെല്ലാനായിട്ട് സാധ്യതയില്ല. ഇത് സേഫ് ആണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് അപകടങ്ങൾ കുറവാണ്. നമുക്ക് മറ്റുള്ളവരുടെ പൈശാചിക ശക്തികളുടെ തിന്മയുടെ, നമ്മളെ തകർക്കാനായിട്ടുള്ള തിന്മയുടെ പ്രവർത്തികൾ കുറവായിരിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത ആയിട്ട് ലൂയി ഡി മോൺഫോർട്ട് പറയുക. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച ഒരിക്കൽ ഒന്നുകൂടെ പറയാനായിട്ട് ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച നമ്മുടെ ഈ യാത്ര ഒരു സന്തോഷകരമായ ഉല്ലാസയാത്രയായിട്ട് മാറും. ചില ഉല്ലാസയാത്രകൾ നമുക്കറിയാലോ, ചിലപ്പോൾ ഉല്ലാസയാത്ര പോയാൽ പോലും
കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് പോകണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. കാരണം ചിലപ്പോൾ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടാൽ മതി, ആരോടെങ്കിലും ഒക്കെ ഒരു പിണക്കം ഉണ്ടായാൽ മതി, ഇല്ലെങ്കിൽ ഒരു മൂന്ന് പേര് ഒരുമിച്ച് പോകുന്നു, അവസാനം അവര് തമ്മിൽ വഴക്കായി, അവസാനം തിരിച്ചു വരുമ്പം ചിലപ്പോൾ അവർക്ക് തോന്നും ഈ യാത്ര പോകണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പോകുന്ന സ്ഥലത്ത് മഴ പെയ്യും, നമുക്ക് തോന്നും അന്ന് പോകണ്ടായിരുന്നു, ഓ ഈ യാത്ര ഭയങ്കര മടുപ്പായിരുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. ഉല്ലാസയാത്ര പോലും നമുക്ക് മടുപ്പിച്ചേക്കാം. പക്ഷെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെയുള്ള ഈ യാത്ര എന്ന് പറയുന്നത്, ഇത് ഒരു ഉല്ലാസയാത്രയാണ്, സന്തോഷം നൽകുന്ന ഒരു ഉല്ലാസയാത്രയായിട്ട് നമ്മൾ സ്വർഗത്തിൽ എത്തിച്ച്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവമഹത്വം മാത്രം നമുക്ക് ലക്ഷ്യമാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, എഫെസോസ് 2:10 നമ്മൾ വായിച്ചല്ലോ, നാം ചെയ്യാനായിട്ട് ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്ക് യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതായത് നമുക്ക് ദൈവമഹത്വം കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും ഞാനൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നു, ചിലപ്പോൾ നമുക്ക് തോന്നും ഞാൻ നന്നായിട്ട് ചെയ്തു. ചിലപ്പോൾ ഇത് മഹത്വം നമ്മൾ പോലും അറിയാതെ നമ്മൾ എടുക്കും. പക്ഷെ ദൈവമാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ വരുന്ന ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദൈവമഹത്വം ദൈവത്തിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ പോലും എപ്പോഴും പൂർണ്ണമായിട്ട് ഞാൻ ഈ പ്രതിഷ്ഠ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത ഒരാളാണെന്ന് എനിക്ക് അവകാശവാദം ഇല്ല. ഇല്ലെങ്കിൽ പുസ്തകം വായിച്ചതുപോലല്ലേ, അവിടെ ഞാൻ പുസ്തകം വായനയായിട്ട് മാറും. അപ്പൊ അതങ്ങനെ ആവാതെ ഞാൻ ധ്യാനിച്ച് അങ്ങനെ ഒരു 10-20 പേജിന്റെ ഒരു ക്ലാസ് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീണ്ടും അർത്ഥങ്ങൾ മനസ്സിലായത്. അപ്പോഴാണ് എനിക്ക് എങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളുടെ നിയോഗങ്ങൾ മാറ്റി പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റിയത് ആ ക്ലാസ്സിന് ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത ഒരാളാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ പ്രതിഷ്ഠയുടെ ആഴങ്ങൾ മനസ്സിലാവാനുണ്ട്. ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യണം. അപ്പൊ അത് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ചിലപ്പോൾ എന്നെക്കാളും മനോഹരമായിട്ട് ഈ പ്രതിഷ്ഠ ചെയ്തവർ ഒരുപാട് പേര് കൂട്ടത്തിലുണ്ടാവും. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിലൊക്കെ നേതൃത്വം കൊടുക്കുന്നവർക്കൊക്കെ ഒരുപാട് മനോഹരമായിട്ട് ഇത് ചെയ്യാൻ സാധിച്ചവരുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ജപമാലകളൊക്കെ ഓരോ ദിവസവും ചൊല്ലി സമർപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ ഒപ്പം ഒന്നും ഞാൻ എത്തിയെന്ന് അവകാശപ്പെടാനില്ല. പരിശുദ്ധ അമ്മയ്ക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേരുണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവർ. അപ്പം അതുകൊണ്ട് നമുക്കും ആ ഒരു നിലയിലേക്കൊക്കെ എത്താനായിട്ട് നമുക്ക് ഈ പ്രതിഷ്ഠ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട്. നമുക്ക് മാത്രമല്ല, നിങ്ങൾ മാത്രം രക്ഷപ്പെടുകയല്ല, ഒരുപാട് ആത്മാക്കളെ രക്ഷപ്പെടും. ഒരുപാട് കഠിനപാപികൾ മാനസാന്തരപ്പെടും. നിങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ച, നിങ്ങളുടെ എല്ലാ പ്രവൃത്തിയും പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കും. നിങ്ങളൊരു അടിമയായിട്ട് മാറിയാൽ നിങ്ങൾക്ക് മാത്രമല്ല, എനിക്ക് മാത്രമല്ല, നമുക്ക് മാത്രമല്ല, അനേകർക്ക്, ഒരുപാട് ആളുകൾക്ക് ഈ ലോകം മുഴുവനെ വീണ്ടെടുക്കാൻ പറ്റിയതാണ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ. ഈ ലോകം മുഴുവനെ വീണ്ടെടുക്കാൻ പറ്റിയതാണ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ. അത് നിങ്ങളൊന്നും ചെയ്യേണ്ട, പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിലേക്ക് നിങ്ങളുടെ സൽപ്രവൃത്തികളൊക്കെ കൊടുക്കുക, എല്ലാ നന്മകളും കൊടുക്കുക, എല്ലാ അധ്വാനവും കൊടുക്കുക. ഒരു യാത്ര പോയാൽ പോലും, ഒരു പള്ളിയിലേക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും അതിനൊരു നിയോഗം വെക്കുക. അത് നിയോഗം പറയണ്ട, വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്ത ആള് അങ്ങനെ ചെയ്യുന്നത് പോലും ഇപ്പൊ നിങ്ങൾ ചെയ്യും. വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്ത് പൂർത്തീകരിക്കപ്പെടുന്നത് വരെ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിൽ എല്ലാം ചെയ്തു നോക്കുക. ഓരോരോ കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു എഫക്ട് എന്നാണെന്ന് മനസ്സിലാകും. പരിശുദ്ധ അമ്മ നിങ്ങളുടെ കൂടെ നടക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈശോ അതിൽ സന്തോഷിക്കുന്ന, സ്വർഗം സന്തോഷിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ശരിക്കും ഈ വചനം നിങ്ങൾക്ക് മനസ്സിലാകും. ഏത് വചനമാണ്? റോമ 6:36 വചനം പറയുന്നത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ള എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഒരു കുഞ്ഞു കാര്യത്തിൽ പോലും തടസ്സമില്ലാതെ, നന്മയായ ഒരു കുഞ്ഞു കാര്യത്തിൽ പോലും, ഭൗതിക കാര്യത്തിന് വേണ്ടി ചെയ്യുന്നവരുടെ അല്ല ഞാൻ പറയുന്നത്, നന്മയായ ഒരു കുഞ്ഞു കാര്യത്തിൽ പോലും നിങ്ങൾക്ക് തടസ്സം വരുത്താതെ കർത്താവ് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് പാതിര പിയോയൊക്കെ നമുക്ക് മുമ്പിൽ മാതൃകയാണ്. എത്ര പരിശുദ്ധ അമ്മയോട് ഒരുപാട് പ്രാർത്ഥിച്ച വിശുദ്ധൻ, പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങൾ വിശുദ്ധനിൽ വിളങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3 വർഷക്കാലം സഭ വിലക്കിയ ആളാണ്. പഞ്ചക്ഷതമൊക്കെ ഉണ്ടായി. പക്ഷെ ആ പഞ്ചക്ഷതത്തെയൊക്കെ അധികാരികൾ സംശയിച്ചു. ഇതൊരു മാനസിക പ്രശ്നമാണോ, ഇല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്തെടുത്തതാണോ എന്നൊക്കെ സംശയിച്ച ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പാതിരപ്പിയോ 3 വർഷക്കാലം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാതെ, പൊതുവായിട്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കാതെ, പാതിരപ്പിയോയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പാതിരപ്പിയോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഒന്നും പ്രതികരിച്ചില്ല, അനുസരിച്ചു, കീഴടങ്ങി നിന്നു, കീഴ്വഴങ്ങി നിന്നു. അങ്ങനെ പാതിരപ്പിയോ ഇന്നും, അന്ന് പാതിരപ്പിയോ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ, അന്ന് പാതിരപ്പിയോ ഒരു റിബലായിട്ട് മാറിയിരുന്നെങ്കിൽ, അന്ന് പാതിരപ്പിയോ അധികാരികൾക്കെതിരെ ശബ്ദിച്ചിരുന്നെങ്കിൽ, ഇന്ന് പാതിരപ്പിയോ എന്ന് പറയാനായിട്ട് ഒരു വിശുദ്ധ നമുക്ക് ഉണ്ടാവില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ അന്ന് പരിശുദ്ധമയോടെ എന്നും 33 ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്ന ഒരു വിശുദ്ധൻ ആഗ്രഹിച്ചത് ഉറപ്പായിട്ടും ദൈവഹിതത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഉറപ്പായിട്ടും 33 ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച്, പാതിരപ്പിയോ ഒരിക്കൽ പറയുന്നുണ്ട്, ഇന്ന് എനിക്ക് 32 ജപമാല ചെല്ലാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ, എന്ന് സങ്കടത്തോടെ പറയുന്ന വിശുദ്ധൻ. 32 പൂർത്തിയാക്കാൻ പറ്റുള്ളൂ, കൂടുതൽ ചെല്ലാൻ പറ്റിയില്ല എന്ന് പറയുന്ന വിശുദ്ധൻ. അപ്പൊ അത്രയേറെ പരിശുദ്ധ അമ്മയെ അനുകരിക്കുന്ന ആളായിട്ട് മാറും. അമ്മയുടെ പുണ്യങ്ങൾ നമ്മളിലേക്ക് പകരപ്പെടും പറയുന്നത്.
അപ്പൊ അത് നമ്മൾ എത്ര തീക്ഷ്ണതയോടെ ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ ഉള്ളിലെ ആഗ്രഹം എത്രയാണ്. അമ്മയോടൊന്നാവണം, ഈശോയോടൊന്നാവണം, ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ എത്രമാത്രം ഉണ്ടോ. ഞാൻ ചിന്തിക്കുകയാണ്, കുറച്ച് സുഖമൊക്കെ എനിക്ക് ആസ്വദിക്കണം, അങ്ങനെ വലിയ വിശുദ്ധനായിട്ട് ജീവിക്കാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ രണ്ട് വള്ളത്തിൽ കാല് വെക്കുന്ന ആളാണ്. ഞാൻ രണ്ട് യജമാനന്മാരെ സേവിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് ചിലപ്പോൾ വിജയിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഞാൻ ഒറ്റ യജമാനൻ, എന്റെ ഉള്ളിൽ ഒറ്റ ആഗ്രഹമുള്ളൂ, ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ, ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നിശ്ചയമായിട്ടും നിങ്ങളെ കർത്താവിനോട് ചേർത്ത് സ്വർഗത്തിൽ എത്തിച്ചിരിക്കും, സിയോനിൽ എത്തിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ നിങ്ങൾ പറ്റുന്ന ഒരു നോമ്പെടുത്ത് ഈ നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ, എന്ത് പ്രചോദനം കിട്ടുന്നോ അതനുസരിച്ച് കൂടുതൽ ചെയ്ത് തീഷ്ണതയോടെ, ആഗ്രഹം എത്ര തീഷ്ണമാണോ അത്രയേറെ ദൈവാനുഗ്രഹം ഉണ്ടാവും. ആഗ്രഹം എത്ര ഉണ്ടോ അതനുസരിച്ച് നമ്മൾ ഇതിനോട് തീഷ്ണത കാണിക്കും, ഇത് ചെയ്യാനായിട്ട്, ഇത് മുടങ്ങാതിരിക്കാൻ നമ്മൾ നോക്കും. ഇപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട്. അപ്പൊ അവര് ചെയ്തതിന് പല പ്രാവശ്യം ഇത് ഈ വിമലപ്രതി പ്രതിഷ്ഠ ചെയ്തവരാണ്. അവർ ചെയ്യുമ്പോൾ എപ്പോഴും എനിക്കറിയാം, അവർ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റാ ചെയ്യും. അപ്പൊ ഉദരത്തിലുള്ള അവര് മകള് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്കറിയാം. അപ്പൊ അവള് ഉദരത്തിൽ വളർന്ന കൊച്ചിന് വേണ്ടി പോലും പ്രതിഷ്ഠ നടത്തി. മറ്റൊരാൾക്ക് വേണ്ടി പ്രതിഷ്ഠ നടത്താം, സാധാരണ വരുന്ന ഒരു ചോദ്യമാണ്, മറ്റൊരാൾക്ക് വേണ്ടിയും പ്രതിഷ്ഠ നടത്താം. ആള് നടത്തുന്ന പോലെ വരികയില്ല, എന്നാലും നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടിയും പ്രതിഷ്ഠ നടത്താം. അപ്പൊ ഉദരത്തിലുള്ള ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു അമ്മ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ ഫലങ്ങളും ആ കുഞ്ഞിന് കിട്ടുകയാണ്. അപ്പൊ ആ കുഞ്ഞ് നമുക്ക് ജനിച്ചു കഴിയുമ്പോൾ തന്നെ അതിന്റെ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കുക, സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കേണ്ടവർ ഉപേക്ഷിക്കുക, ടി വി ഉപേക്ഷിക്കാൻ ചിന്ത വരുന്നവർ അത് ചെയ്യുക, രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. പ്രയോറിറ്റി കൊടുക്കുക, ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുത്ത് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കുക. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് കൊടുക്കുക. ആ ദിവസങ്ങളിൽ 33 ദിവസവും നമ്മൾ എത്ര സീരിയസ് ആയിട്ട് അത് ചെയ്യുന്നു അത്രയേറെ കൃപയും അനുഗ്രഹവും നമുക്കുണ്ടാകും. അപ്പൊ അതുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികളെല്ലാം ഈശോയ്ക്ക് പൂർത്തീകരിക്കപ്പെടാനായിട്ട് ഇടയാവട്ടെ. ഈ ശുശ്രൂഷയുടെ എല്ലാ മഹത്വവും ഈ ദൈവത്തിന് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ശുശ്രൂഷ പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിലേക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.